മാത്തമാറ്റിക്സ് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് ഓൺ നമ്പേഴ്സ്. അതിന്റെ ഭാഗമായിട്ട് ഡിവിസിബിലിറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാങ്ക് എക്സാംസിനൊക്കെ ചോദിച്ചു വരുന്ന ബാങ്ക് PO, SBI, PO, IBPS, PO എക്സാംസ് അതിനൊക്കെ ചോദിച്ചു വരുന്ന, അതുപോലെ SSCക്കൊക്കെ ചോദിച്ചു വരുന്ന നമ്പേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9587 minus question mark is equal to 7429 minus 4358. ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ എന്ത് വരുമെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ഇവിടെ തന്നിട്ടുള്ള അതേ ഓപ്പറേഷൻസ് തന്നെ ചെയ്യണം. ഇവിടെ പ്രത്യേകിച്ച് ഈസി മെത്തേഡ്സ് ഒന്നുമില്ല. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ നമുക്ക് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 9587 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 7429 മൈനസ് 4358 കിട്ടും. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 മൈനസ് 8 1, 2 മൈനസ് 5 12 മൈനസ് 5 ചെയ്യുമ്പോൾ 7, 3 മൈനസ് 3 0, 7 മൈനസ് 4 3, 3071 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ. എക്സിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ, ഇവിടെ നെഗറ്റീവ് എക്സ് ആണ്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് എക്സ് ആയിരിക്കും. അതുപോലെ 3071നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, അപ്പൊ അത് നെഗറ്റീവ് 3071 ആവും. സോ 9587 മൈനസ് 3071 ആണ് ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ വരുന്ന നമ്പർ, അതായത് എക്സ്. നമ്മളത് എക്സ് ആയിട്ടാണ് എടുത്തത്. സോ 7 മൈനസ് 1 6, 8 മൈനസ് 7 1, 5 മൈനസ് 0 5, 9 മൈനസ് 3 6, 6516 ആണ് ആൻസർ വരുന്നത്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഈസി മെത്തേഡ് ഒന്നുമില്ല, ഇത് ഡയറക്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ മാർക്കിന്റെ പ്ലേസിൽ വല്ല വാരിയബിളും കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്പേഴ്സിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള പാർട്ട്. ഇതിൽ ചിലപ്പോൾ അഡീഷൻ പ്രോബ്ലം, ഇതിൽ അധികവും സബ്ട്രാക്ഷൻ ആണ് വന്നത്. അപ്പൊ നമുക്ക് അഡീഷൻ രീതിയിലും വരാം ക്വസ്റ്റ്യൻസ്. അതുപോലെ നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂണിറ്റ് പ്ലേസിലൊക്കെ 0 വരുന്ന രീതിയിൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആദ്യം ആഡ് ചെയ്യുക. അതുപോലെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ 0 വരുന്നുള്ള രീതിയിൽ നമ്പേഴ്സിനെ അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക. വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇവിടെ അപ്പൊ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് സബ്ട്രാക്ഷൻ തന്നെയാണ് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 57,93,405 into 9,999. ഇതിന്റെ ആൻസർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യനൊക്കെ വളരെ ചുരുങ്ങിയ സമയം നമുക്ക് കിട്ടുക. അപ്പൊ അതിന്റെ ഇടയിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പോയാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഈസി മെത്തേഡ് യൂസ് ചെയ്യാനുണ്ട്. അധികവും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ തരുന്നത് ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. 9999, അതിന്റെ പ്രത്യേകത എന്താ? നമുക്ക് 10,000 മൈനസ് 1 എന്ന് എഴുതാം. അതിനെ 10,000 മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ 10,000 മൈനസ് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയി. എപ്പോഴും നമ്മൾ നമ്പേഴ്സിനെ 10ന്റെ മൾട്ടിപ്പിൾസിന്റെ ടേംസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് നോക്കേണ്ടത്. ഇവിടെ എന്ത് നമ്പർ തരികയാണെങ്കിലും അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസിയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഇതിനെ 10,000 മൈനസ് 1 എന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഫസ്റ്റത്തെ ആൻസർ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ സബ്ട്രാക്ഷന്റെ ഒരു സ്റ്റെപ്പ് വരുന്നല്ലാതെ നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. 57,93,405 into 10,000 വരും. അപ്പൊ എങ്ങനെ വരും? ആ നമ്പർ അതുപോലെ തന്നെ എഴുതി 4 zeros ആഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ 10ന്റെ മൾട്ടിപ്പിൾസ് ആവുമ്പോൾ ഈസി. അപ്പൊ അത് അങ്ങനെ എഴുതി. മൈനസ് അതിൽ നിന്ന് സെയിം നമ്പർ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, കാരണം ഇവിടെ 1 ആണ്. 57,93,405 into 1, അപ്പൊ അതേ നമ്പർ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ 57,93,405 അത് മൈനസ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ആൻസർ. 10 മൈനസ് 5 5, 9 minus 4 5, 9 minus 3 6,
ഇവിടെ 4 ആയിട്ടുണ്ട്. 4 മൈനസ് 9 4 മൈനസ് 15 ആവും. അപ്പൊ അത് 15 മൈനസ് 9 5 വന്നു. ഇവിടെ 9 മൈനസ് 7 2 3 ആണ്. ഇവിടെ 3 മൈനസ് 5 പോസിബിൾ അല്ല. 13 മൈനസ് 5 വരും. 8 2 വന്നു. 5 7 9. ഇതാണ് ആൻസർ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്തപ്പോ നമുക്ക് ആൻസർ കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ 55 എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതൊക്കെ ചെറിയ നമ്പേഴ്സ് ആണ്. 55 എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 50 പ്ലസ് 5 എന്ന് എഴുതാം. അതല്ലെങ്കിൽ 60 മൈനസ് 5 എന്ന് എഴുതാം. അതൊക്കെ നമ്മുടെ ഈസി, നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ അതിന് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന്. അതുപോലെ 99 ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? 100 മൈനസ് 1 എന്ന് കൊടുക്കാം. അധികവും ഇങ്ങനത്തെ ടേംസിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് തരിക. അപ്പൊ അതിനനുസരിച്ച് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യനിൽ, ഇപ്പൊ ഇവിടെ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് അഡീഷൻ ഫോമിലായിരിക്കും വരിക. അപ്പൊ ഇതേ മെത്തേഡാണ് നമ്മൾ എടുക്കണതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ അഡീഷൻ ആയിരിക്കും വരിക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയാണെങ്കിൽ സബ്ട്രാക്ഷൻ ആവും വരിക. അപ്പൊ അഡീഷൻ സബ്ട്രാക്ഷനുള്ള സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും മൾട്ടിപ്ലിക്കേഷന്റെ തന്നെയാണ്. 8,39,478 into 625. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറൊരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ പോകും. അപ്പൊ ഇവിടെ നമുക്ക് ഈസി മെത്തേഡ് ഉണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ എപ്പോഴും വലിയ നമ്പേഴ്സിന് നമുക്ക് അധികം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ചെറിയ നമ്പേഴ്സ് നോക്കാം. അപ്പൊ ഇവിടെ 625 ആ വന്നിട്ടുള്ളത്. അതെന്താണ്? 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ 5ന്റെ പവറിന്റെ ടേംസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ് 625. 5 into 5 into 5 into 5. 5 into 5 25. 25 into 5 125. 125 into 5 625. അപ്പൊ 5 raised to 4 ആണ് 625. ഈ നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയറും ക്യൂബും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇപ്പൊ 4th പവർ എടുക്കേണ്ടി വന്നു. 5 ക്യൂബ് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ 5 raised to 4 ആണ് 625 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 5 ക്യൂബ് 125 ആണ്. അപ്പൊ ഇൻറ്റു 5 ചെയ്താൽ 625 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ 625നെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാണ്. 8,39,478 into 5 raised to 4 എന്ന് കൊടുത്തു. ഇപ്പോഴും നമുക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇപ്പോഴും ഈസി ഒന്നും അല്ല. 5 raised to 4 എന്ന് പറഞ്ഞാൽ 625 തന്നെയാണ്. അപ്പൊ അവിടെ വേറെ ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 10ന്റെ പവർ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഈസിയാണ്. അപ്പൊ 5നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? 10/2 എന്ന് എഴുതാം. 5 is equal to 10/2 ആണ്. അപ്പൊ ഞാനിവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5 raised to 4ന് 10/2 raised to 4 എന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ 8,39,478 into 10/2 whole raised to 4 എന്ന് വരും. സെപ്പറേറ്റ് രണ്ടിനും പവർ കൊടുത്തു. അപ്പൊ 8,39,478 into 10 raised to 4 whole divided by 2 raised to 4 എന്ന് വരും. അപ്പൊ നമുക്ക് എളുപ്പമായി. ഇവിടെ 2 raised to 4 എന്ന് പറഞ്ഞാല് 2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ എങ്ങനെയാ വരിക? 2 raised to 4ന്റെ വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ട് എഴുതാം. ഇനി ഇതിനെ ഞാൻ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 10 raised to 4ന് 10,000ഉം 2 raised to 4ന് 16ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. 839478000 4 zeros ഇട്ട് കൊടുത്താൽ മതി. 2 raised to 4 16 കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പൊ ഇവിടെ 16 വരുന്നത് 83ല് 5 ടൈംസ് വരും. 5 into 16 80 ആണ്. പിന്നെ 39ല് 16 2 ടൈംസ് വരും. 32. പിന്നെ 74 നോക്കണം. 74ല് 4 ടൈംസ് ആണ് വരിക. 64 വരുന്നുണ്ട്. പിന്നെ 10 വന്നു. 107 നോക്കണം. 107ല് 16 വരുന്നത്. ഇവിടെ 107ല് 16 വരുന്നത് 6 ടൈംസ് ആണ്.
6 into 16 96 വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 7 minus 6 1 10 minus 11 കിട്ടി. പിന്നെ നമ്മൾ അടുത്ത ഡിജിറ്റ് നോക്കേണ്ടത് 8 ആ. 118 118 എത്ര ടൈംസ് 16 വരുന്നുണ്ട് നോക്കണം. അപ്പോ 6 ടൈംസ് ആകുമ്പോ 96, അപ്പൊ 7 ടൈംസ് ആയിരിക്കും. 7 ടൈംസ് 7 into 16 ചെയ്യുമ്പോ 112 ആ വരുന്നത്. അപ്പൊ ബാലൻസ് 6 വന്നു. പിന്നെ ഇവിടെയുള്ള 0 60 ആയി. 16 16 3 ടൈംസ് ആ വരിക. 48 അല്ലേ വരുള്ളൂ. പിന്നെ 4 ടൈംസ് എടുക്കുമ്പോ 64 ആ വരുന്നത്. 48 ബാലൻസ് 12 വന്നു. പിന്നെ ഒരു 0 120. 120 16 വീണ്ടും 7 ടൈംസ് തന്നെയായിരിക്കും. 7 112 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 7 ടൈംസ് വരും 112. ബാലൻസ് 8. ഇപ്പൊ 80 ആയി. 0 കൂടെ ചേർക്കുമ്പോ 80. 80 16 വരുന്നത് 5 ടൈംസ്. 5 into 16 80 ആയി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 0 അവിടെ ഇട്ട് കൊടുക്കുക. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റെപ്സ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നെ എടുക്കാം. ഇത് നമുക്ക് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. ഡിവിഷൻ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഡിവിഷന്റെ സ്റ്റെപ്സ് ഒന്നും എഴുതിയിട്ട് ലോങ് ഡിവിഷൻ മെത്തേഡ് ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1396 into 1396. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഡിസ്കഷൻ നമ്മുടെ കഴിഞ്ഞതാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുള്ളൂ. നമ്മൾ ഐഡന്റിറ്റീസ് പഠിച്ചപ്പോ അതില് a plus b whole square, a minus b whole square, a square minus b square is equal to a plus b into a minus b, അങ്ങനെ കുറെ ഐഡന്റിറ്റീസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിരുന്നു. അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സിംപ്ലിഫിക്കേഷന്റെ പാർട്ട് അല്ലെങ്കിൽ നമ്പേഴ്സിൽ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അധികം ഒന്നില്ലെങ്കിൽ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മുമ്പ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കരുത്. ഈ 1396നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഫോം ഒന്നില്ലെങ്കിൽ a plus b ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ a minus b ഫോമിൽ എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം. a plus b a minus b ഫോമില്. അപ്പൊ ഇവിടെ 1396ന്റെ അടുത്ത് കിടക്കുന്ന നെക്സ്റ്റ് നമ്പർ വരുന്നത് 1400 ആ. അപ്പൊ അവിടെ നമുക്ക് സബ്ട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ എളുപ്പം വരിക. ഈ -4 ചെയ്താൽ 1396 കിട്ടും. ഇനിയിപ്പോ അഡീഷണൽ ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ 1300 plus 96 എന്നൊക്കെ വരും. അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ 96 ഒക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയി. അപ്പൊ ഈ നമ്പർ 1396 into 1396 എന്ന് പറഞ്ഞാൽ 1396 ഹോൾ സ്ക്വയർ ആണ്. 2 ടൈം മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇതിനെ മാറ്റി 1400 minus 4 എന്നാക്കി ഹോൾ സ്ക്വയർ കൊടുക്കണം. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ a minus b ഹോൾ സ്ക്വയർ ആ. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ അഡീഷൻ a പ്ലസ് ബി ഹോൾ സ്ക്വയർ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ ഇതുപോലെ വേണം അറേഞ്ച് ചെയ്ത് ചെയ്യാൻ. a സ്ക്വയർ എടുക്കുമ്പോൾ ഈസിയാണ്. നമുക്ക് 14ന്റെ സ്ക്വയർ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്ക്വയർ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്ക്വയർ നമ്പർ അപ് ടു 20 എങ്കിലും മാക്സിമം അറിഞ്ഞിരിക്കണം. സ്ക്വയറും ക്യൂബും അറിഞ്ഞിരിക്കണം. അപ്പൊ 14ന്റെ സ്ക്വയർ വരുന്നത് 196 ആണ്. 196 ഇവിടെ 2 zeros. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ 4 zeros വരും. മൈനസ് 2ab 2 into 4 8 8 into 14 8 into 14 ചെയ്യുമ്പോൾ 112 ആണ്. പിന്നെ 2 0 വന്നു. നെക്സ്റ്റ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ 16 വരും. അപ്പൊ നമുക്കിത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 0 0 minus 2 10 ആയി. 10 minus 2 8 വന്നു. ദെൻ ഇവിടെ 9 9 minus 1 8 5 minus 1 4 പ്ലസ് 16. നമ്മുടെ ആൻസർ 1948816. 19,48,816 ആണ് ആൻസർ വരുന്നത്. നമ്മളിവിടെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇത് ഡിവിസിബിലിറ്റിയുടെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് സ്റ്റാർ ഫോർ വിച്ച്
5967 star 13 is divisible by 3. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ സ്റ്റാറിന് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് അധികവും SSC അല്ലെങ്കിൽ ബാങ്ക്സിന്റെ PO ക്ലർക്ക് എക്സാംസിനാണ് ചോദിക്കാറ്. നമ്പേഴ്സിന്റെ പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷന്റെ പാർട്ടിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ സ്റ്റാറിന്റെ പ്ലേസിൽ എന്ത് വരും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിവിസിബിൾ ബൈ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിവിസിബിലിറ്റിയിലേക്ക് പോകണം. ഡിവിസിബിലിറ്റി 3യുടെ ഡിവിസിബിലിറ്റി എവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. 5 പ്ലസ് 9 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് സ്റ്റാർ നമ്മൾ ലാസ്റ്റ് എഴുതി. സ്റ്റാർ എന്താണെന്ന് അറിയില്ല. 5 plus 9, 14, 14 plus 6, 20, 27, 27 plus 1, 28, 28 plus 3, 31. 31 plus സ്റ്റാർ ആണ് നമുക്ക് കിട്ടിയത്. ഇത് ഡിവിസിബിൾ ബൈ 3 ആവണമെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണല്ലോ ഈ ആൻസർ എന്തായാലും. അപ്പൊ 31ന് ശേഷം വരുന്ന 3യുടെ മൾട്ടിപ്പിൾ ഏതാന്ന് നോക്കണം. 9 3s are 27, 10 3s are 30, then 11 3s are 33. അപ്പൊ 11 ടൈംസ് വരും. 11 3s are 33. 33 ആണ് 31ന്റെ അടുത്ത് കിടക്കുന്ന 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പൊ ഇവിടെ എന്ത് വരണം? 31 പ്ലസ് സ്റ്റാർ 33 ആയിരിക്കണം. കാരണം നമ്മൾ അത് എന്തുകൊണ്ട് അത് തന്നെ 33 ആണെന്ന് തന്നെ എടുക്കാൻ കാരണം വേറെ നമ്പേഴ്സും ഉണ്ടല്ലോ. 33 കഴിഞ്ഞ് 36 വരുന്നുണ്ട്, അങ്ങനെ പോവും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലീസ്റ്റ് വാല്യൂ ഓഫ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന മൾട്ടിപ്പിൾ വേണം നോക്കാൻ. 33 ആണ്. സോ ഇവിടെ എന്ത് വരും? സ്റ്റാറിന്റെ പ്ലേസിൽ 2 ആണ് വരേണ്ടത്. 31 പ്ലസ് 2 ആണ് 33. അപ്പൊ നമ്മുടെ നമ്പർ 5967213. സ്റ്റാറിന്റെ പ്ലേസിൽ വരേണ്ട നമ്പർ 2. ഡിവിസിബിലിറ്റി മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പൊ നമുക്ക് എല്ലാ ഡിവിസിബിലിറ്റി റൂളും അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച എല്ലാ ഡിവിസിബിലിറ്റിയുടെ റൂൾസും പഠിച്ചിരിക്കുക. എന്നിട്ട് അത് ഇതുപോലെ സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനും ഡിവിസിബിലിറ്റിയുടെ പാർട്ടിൽ നിന്ന് വരുന്നതാണ്. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് സ്റ്റാർ ഫോർ വിച്ച് 4832 star 18 is divisible by 11. 11ന്റെ ഡിവിസിബിലിറ്റിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാറിന്റെ പ്ലേസിൽ ഏത് വാല്യൂ വന്നാലാണ് ഈ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ 11ന്റെ ഡിവിസിബിലിറ്റി നോക്കണം. നേരത്തെ 3 ചെയ്ത പോലെ തന്നെ. 11ന്റെ ഡിവിസിബിലിറ്റിയിൽ ഈവൻ നമ്പേഴ്സിന്റെയും ഓഡ് നമ്പേഴ്സിന്റെയും ഓഡ് പ്ലേസസിന്റെയും ഈവൻ പ്ലേസസിന്റെയും ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതിന്റെ ഡിഫറൻസ് 0യോ 11ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ച റൂള്. അപ്പൊ ഇവിടെ ഓഡ് പ്ലേസസിൽ വരുന്നത് 8 സ്റ്റാർ 3 then 4. ഈവൻ പ്ലേസസിൽ വരുന്നത് 1 2 8. അപ്പൊ ആഡ് ചെയ്യാം. 8 പ്ലസ് സ്റ്റാർ പ്ലസ് 3 പ്ലസ് 4 മൈനസ് 1 2 8. 8 plus 3 11, 11 plus 4 15. 15 plus star minus 8 plus 2 10, 10 plus 1 11. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 പ്ലസ് സ്റ്റാർ ആ കിട്ടുന്നത്. 15 മൈനസ് 11 ചെയ്യുമ്പോൾ 4 കിട്ടും, പിന്നെയുള്ള സ്റ്റാർ 4 പ്ലസ് സ്റ്റാർ വരും. അപ്പൊ അത് 11ന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ 0യോ ആയിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ എക്സിന് നമുക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ സ്റ്റാറിന് വരാൻ പറ്റുന്ന വാല്യൂ എന്തായിരിക്കും? 7 ആയിരിക്കും. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന 11ന്റെ മൾട്ടിപ്പിൾ 11 ആണ്. എന്തായാലും ഇവിടെ 0 ആവില്ല. കാരണം സ്റ്റാർ ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്പർ വരില്ല. 4 പ്ലസ് മൈനസ് 4 എന്ന് വന്നു കഴിഞ്ഞാലേ അവിടെ 0 കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും സ്റ്റാർ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആക്കാന്നുള്ളതാണ്. അപ്പൊ 4ന്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോഴാണ് 11 വരുന്നത്. സ്റ്റാറിന്റെ പ്ലേസിൽ 7 ആണ് വരിക. അപ്പൊ നമ്പർ 4832718 സ്റ്റാർ 7. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഡിവിസിബിലിറ്റിയുടെ പാർട്ടിൽ നിന്ന് ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും റൂൾ അനുസരിച്ച് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതും ഡിവിസിബിലിറ്റിയുടെ പാർട്ടിൽ നിന്ന് വരുന്നതാണ്.
വാട്ട് ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു 2010 to obtain a number which is completely divisible by 19. 2010 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഏത് നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്, ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് നമ്പർ ആഡ് ചെയ്താലാണ് ആ നമ്പറിനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 2010നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പൊ 2010 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 19ന്റെ മൾട്ടിപ്പിൾ ആവുന്നത്, അല്ലെങ്കിൽ 19 കൊണ്ട് ഡിവിസിബിൾ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. ലീസ്റ്റ് നമ്പർ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2010 കഴിഞ്ഞിട്ടുള്ള നിയറസ്റ്റ് 19ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എടുക്കേണ്ടി വരിക. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ നോക്കുക? ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ വല്ലാണ്ട് ഡൗട്ട് അടിക്കും. അപ്പൊ നമുക്ക് അറിയാം, ഡിവിസിബിലിറ്റിയുടെ റൂൾ അറിയാം, ഡിവിഷൻ അറിയാം. നമുക്ക് ഡിവിഷനില് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ, കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം 2010 ആണ് തന്നിട്ടുള്ള നമ്പർ, അതിനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് റിമൈൻഡർ എത്രയാണ് വരുന്നതെന്ന് നോക്കണം. ആ റിമൈൻഡർ നോക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. 2010 19 കൊണ്ട് ഡിവിസിബിൾ ആണ് നോക്കാം. 20ൽ 1 ടൈംസ് വരുന്നുണ്ട്. 1 into 19 19. 20 മൈനസ് 19 ചെയ്യുമ്പോൾ 1, താഴേക്ക് 1നെ കൊണ്ടുവന്നു 11 ആണ്. അപ്പോഴും പോസിബിൾ അല്ല. 0നെ കൊണ്ടുവന്നു, ഇവിടെ ഒരു 0 ഇട്ടു. 110ൽ 19 വരുന്നത് 5 ടൈംസ് ആണ്. 45 4 95 വന്നു. 10 മൈനസ് 5 5 1 15 ആണ് റിമൈൻഡർ വരുന്നത്. ഇപ്പൊ 2010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? 105 into 19 പ്ലസ് 15 ആണ്. നമ്മൾ ഇതേ ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. അപ്പൊ ഇത് 19ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പർ ആഡ് ചെയ്യണം എന്നാണ് ചോദിക്കണേ. അപ്പൊ റിമൈൻഡർ 15 ആ. 15 അവിടുന്ന് പോകണം. ഇപ്പൊ 15 അവിടുന്ന് പോയി കഴിഞ്ഞാൽ 15 എന്തായിട്ടാ മാറേണ്ടത്? 19 ആയിട്ടാ മാറണ്ടേ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഈ 15ന്റെ കൂടെ ഒരു 4ഉം കൂടെ ആഡ് ചെയ്തു. അപ്പൊ 19 കിട്ടും. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും നമുക്ക്. അപ്പൊ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ 4 ആണ്. ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യനില് 2010 എന്ന് പറയുന്ന നമ്പർ 19 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അതിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം 2010 19 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഒരു നമ്പർ എക്സ്ട്രാ അതിലൂടെ ആഡ് ചെയ്താലേ അത് ഡിവിസിബിൾ ആവുള്ളൂ. ആ ലീസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 2010 കഴിഞ്ഞ് വരുന്ന 19ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്, ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. അപ്പൊ അതറിയാൻ വേണ്ടിട്ട് നമുക്ക് അതിൽ റിമൈൻഡർ എത്രയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ റിമൈൻഡർ ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കി, നമ്മൾ തന്നിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ റിമൈൻഡർ 15 കിട്ടിയത്. ആ 15 19 ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിവിസിബിൾ ആയേനെ. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? ഇനി 19ലേക്ക് എത്താൻ എത്ര നമ്പർ കൂടെ ആഡ് ചെയ്യണം എന്നാണ് ചോദിക്കണേ. ഇപ്പൊ 15ന്റെ കൂടെ 4 ആഡ് ചെയ്താലാണ് 19 വരിക. അപ്പൊ ഇവിടെ ആഡ് ചെയ്യേണ്ട ലീസ്റ്റ് നമ്പർ 4 ആണ് വരിക. ഇത് 15ന്റെ പ്ലേസിൽ വേറെ എന്തെങ്കിലും നമ്പർ ആയിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ 9 ആയിരുന്നു നമുക്ക് സബ്ട്രാക്ട് ചെയ്തപ്പോ കിട്ടിയതെങ്കിൽ അതിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ട നമ്പർ 10. അപ്പൊ ഈ 2010 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ 10 ആഡ് ചെയ്യണം. 2020 ആണ് അപ്പോ 19 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ആ നമ്പർ. എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടുത്തെ കേസിൽ 4 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 2010 പ്ലസ് 4 2014 ആണ് 19 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് നമ്പർ വരുന്നത്. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ആഡ് ചെയ്യുന്നതിന് പകരം സബ്ട്രാക്ഷൻ ചോദിക്കാറുണ്ട്. What least number must be subtracted to 2010 to obtain a number which is completely divisible by 19? 19 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ ഏതാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ റിമൈൻഡർ വരെ കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പൊ സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, റിമൈൻഡർ അവിടെ 0 ആയിരിക്കണം. അപ്പൊ റിമൈൻഡർ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ 15 നിന്ന് 15 മൈനസ് ചെയ്താലാണ് 0 ആവുക. അപ്പൊ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ 15. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിൾ ടോപ്പിക് ആണ്. സിംപ്ലിഫിക്കേഷൻ, ഡിവിസിബിലിറ്റി, നമ്പർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തത്. അധികവും SSC ബാങ്ക് എക്സാംസിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം. എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഇനിയും കിട്ടാനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.